നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുകേശം മുടി വെള്ളത്തിലിട്ട് ആ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിക്കുക എന്നുള്ളത് സഹാബത്തിന്റെ കാലം മുതൽ ഇന്നേ വരെ ലോക മുസ്ലിങ്ങൾ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. ഒരൊറ്റ ഹദീസ് ഞാൻ നിങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി ബാബു മാ യുദ്കറു ഫി ശൈബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയിൽ നിന്ന് നരച്ച മുടി, അതിനെക്കുറിച്ച് പറയുന്ന ബാബു എന്നൊരു ബാബുണ്ട്. ബാബു മാ യുദ്കറു ഫി ശൈബി എന്ന് ഇമാം ബുഖാരിയിൽ ഒരു ഹെഡിങ് ഇട്ടിട്ടുണ്ട്. റുഹിയാൻ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബിൻ, ഈ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് എന്ന ആളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കാല അദ്ദേഹം പറയാണ്, അർസലനി അഹ്ലി, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ എൻ്റെ വീട്ടുകാരയച്ചു. എവിടേക്ക് അയച്ചത്? ഇലാ ഉമ്മി സലമത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ ഉമ്മു സലമ ജീവിച്ചിരിക്കുന്ന കാലം. നബി വഫാത്തായിട്ട് കുറഞ്ഞ കാലമായിട്ടുള്ളൂ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി ജീവിച്ചിരിക്കുന്ന കാലാണ്. ആ ഉമ്മു സലമ ബീവിന്റെ വീട്ടിലേക്ക്, അഥവാ നബിയുടെ വീട്ടിലേക്ക് എന്നെ എൻ്റെ കുടുംബക്കാരയച്ചു. ബി കദഹിമി മായിൻ, ഒരു വെള്ളപാത്രവുമായി അയച്ചു. ഞാൻ നബിയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവിന്റെ വീട്ടിൽ ചെന്നപ്പോ ആ വെള്ളത്തിൽ ചെന്നാൽ തന്നെ അന്ന് ആ ബീവിക്ക് അറിയാം, അവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്തോ രോഗമുണ്ട്. ആ രോഗം ഉണ്ടായത് കൊണ്ട് ആ മുടി കൊണ്ട് വറക്കത്തെടുത്തുകാണ്ട് ആ രോഗം മാറാൻ വേണ്ടി ചെന്നതാണെന്നറിയാം. അതനുസരിച്ച് ഉമ്മു സലമ ബീവി ഒരു പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയുണ്ട്. അങ്ങനെ ആ മഹദി എന്ത് ചെയ്തു? മഹദി ആ മുടി എടുത്തിട്ട് ഒരു മുടി ആ വെള്ളത്തിലൊന്ന് കലക്കി കൊടുത്തു. എന്നിട്ട് ആ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് പറയാണ്, വഖാന, അന്നത്തെ പതിവായിരുന്നു, അഥവാ നബി വഫാത്തായ ഉടനെ സഹാബത്തിന്റെ കാലത്തുള്ള പതിവായിരുന്നു. എന്തായിരുന്നു? ഇതാ അസാബൽ ഇൻസാന, മനുഷ്യരെത്തിയാൽ ഐനുൻ, കണ്ണേറോ, ഔ ഷൈഖുൻ, അല്ലെങ്കിൽ രോഗമോ, ബഅസ ഇലൈഹ, ഉമ്മു സലമ ബീവിയേക്കുള്ള അയക്കും മിഖ്ലബത്തൻ, ഒരു പാത്രം. അങ്ങനത്തെ പതിവായിരുന്നു. ആ പതിവനുസരിച്ചാണ് ഞാനും അവിടെ പോയത്, ഉമ്മു സലമ ബീവിന്റെ വീട്ടിൽ പോയത്. അങ്ങനെ ഫദാത്ത, ഉമ്മു സലമ ബീവി കൊണ്ടുവന്നു ബി ജുൽജിലിൻ മീൻ ഫില്ലത്തിന്, ഒരു വെള്ളിപ്പാത്രം. ഫീഹി, ആ വെള്ളിപ്പാത്രത്തിലുണ്ട് ഷായറും, ഈ ഷായറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിന്റെ മുടിയിൽപ്പെട്ട മുടിയുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഉമ്മു സലമ ബീവിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിൽ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകൾക്ക് രോഗം വന്നാൽ ആ മുടി തൊട്ട വെള്ളം കുടിക്കുക ആ രോഗശമനത്തിന് വേണ്ടി എന്നുള്ളത് പതിവായിരുന്നു. ഉമ്മു സലമ ബീവിന്റെ വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞയക്കൽ പതിവായിരുന്നു. ആ പതിവനുസരിച്ച് ഞാനും പോയി എന്നാണ് ഈ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മൗഹിബ് പറയുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്നത് ഇമാം